സോ നമ്മൾ ഫസ്റ്റ് തിങ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഒരു 2 minutes. അപ്പോൾ എൻ്റെ പേര് ഫസിൻ നവാസ് എന്നാണ്. ഞാൻ DMVMS മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവായിട്ട് മുന്നിൽ വന്നപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള എല്ലാവരോടും ആദ്യം ഒരു ബിഗ് താങ്ക്സ് പറയാണ്. സോ വോയിസ് സ്ക്രീനും ക്ലിയർ ആണോ? ചാറ്റിൽ ആരെങ്കിലും ഒന്ന് റിപ്ലൈ അറിയിക്കുമോ? ഓക്കെ, എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പ്ലാറ്റ്ഫോം സൂമായിരുന്നു. അപ്പോൾ സൂമിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മൾക്ക് 400+ വരുന്ന മെമ്പേഴ്സ് നമ്മളെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും അറ്റ് എ ടൈം പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഒരു 40 minutes ടൈം ലിമിറ്റ് ഉണ്ട് സൂമിന്. അപ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് മാറിയതാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഹോസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സൂമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അത്രയും പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ. ദെൻ നമ്മളുടെ ക്ലാസ്സിൻ്റെ ലാംഗ്വേജ് വൺ തിങ് ഈസ് നമ്മൾ മലയാളികളാണ്. അപ്പം ഇംഗ്ലീഷ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവായി മുന്നിട്ട് വന്നപ്പോൾ ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ കോളേജിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ എബ്രോഡ് മല്ലൂസ് ഒരുപാട് പേര് പുറത്തൊക്കെ പോയി പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ മലയാളം ക്ലാസ്സിനൊരു ക്ഷാമമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഏത് കോളേജിലുള്ളവരാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് അറിയാൻ പറ്റും ഏതൊക്കെ ഏരിയ എന്നുള്ള ആളുകളുണ്ട് എന്നുള്ളത്. ദെൻ ഞാൻ ടെക്നിക്കൽ നോളജിൽ കുറച്ച് വീക്കാണ് വൺ തിങ്. അപ്പോൾ എന്തെങ്കിലും യൂട്യൂബ് ലൈവായിട്ട് ഇഷ്യൂസ് വരികയാണെങ്കിൽ എനിക്ക് അറിയുന്നതാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് തിങ് ഈസ് ഞാനും ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ് നിങ്ങളൊക്കെ പോലെ തന്നെ. അപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെന്നോട് അറിയിക്കണം. അതുപോലെ തന്നെ വലിയ മിസ്റ്റേക്കുകളൊക്കെ വരികയാണെങ്കിൽ എല്ലാവരും മാപ്പാക്കണം. പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ കോവിഡ് ടൈമിൽ ഒരുപാട് പേര് നമ്മുടെ ഇതിൽ നിന്നുള്ള നമ്മളെ ബാച്ചിൽ നിന്നുള്ള ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുടെ അംബാസഡേഴ്സ് ആയിട്ടുണ്ട് നമ്മൾ ഓരോ ബാച്ചിലെയും സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇതിന് പേരെടുത്ത് പറയുന്നില്ല. അവരൊക്കെ നമ്മളെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ പെയ്ഡ് ആവുന്നതോടുകൂടി നമ്മളെന്ത് ചെയ്യും, അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ നമ്മളെ കണ്ടൻറ്റ് എത്തിക്കാൻ കഴിഞ്ഞാൽ അതിനത്രയും നല്ലതാണ്. ദെൻ നമ്മളിത് ഉദ്ദേശിച്ചത് ഒരിക്കലും ഒരു യൂട്യൂബിലേക്ക് മാറിയതോടുകൂടി എല്ലാവരും ചോദിച്ചു മോണിറ്റൈസേഷൻ എയിം ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ടതില്ല. നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് നോളജ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു എയിമിലല്ല നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് പ്രോപ്പറിലേക്ക് വരാം. നമ്മളുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ഫൈനൽ ഇയറിലെ ഒരു മെയിൻ സബ്ജക്റ്റിൽ ഒബ്സ്റ്ററ്റിക് പാർട്ടിലുള്ള പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ PPH എന്നുള്ള പേരിലാണ് നമ്മൾ അനോട്ടേറ്റ് ചെയ്യുക സാധാരണ. ദെൻ അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 130 out of 10 lakh വുമൺസിൽ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ MC മീൻസ് മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഒബ്സ്ട്രക്റ്റിക് ഹെമറേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി കാരണമുള്ള ഡെത്തുകൾ ഒക്കർ ചെയ്യുന്നത് ഈ ഹെമറേജിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒബ്സ്ട്രക്റ്റിക് ഹെമറേജ് നമ്മൾ സ്ട്രൈറ്റ് കണ്ടന്റിലേക്ക് വരികയാണ്. ഒബ്സ്ട്രക്റ്റിക് ഹെമറേജ് ഈസ് ബേസിക്കലി ഡിവൈഡഡ് ഇൻടു 2 types. സോ ആൻറ്റിപാർട്ടം ഹെമറേജ് ആൻഡ് പോസ്റ്റ് പാർട്ടം ഹെമറേജ്. സോ അതിൻ്റെ ഇടയിൽ ഒരു ഡിവിഷൻ വരുന്നുണ്ട്. ആ ഡിവിഷൻ എന്ന് പറയുന്നത് ആൻറ്റിപാർട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് തിങ് ഈസ് പോസ്റ്റ് പാർട്ടം. ആ ടേം തന്നെ നമുക്ക് കിട്ടും. ആഫ്റ്റർ ഡെലിവറി ഒക്കർ ചെയ്യുന്ന ഹെമറേജസിനാണ്
പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിപാർട്ടം എന്ന് പറയുന്നത് ബിഫോർ ഡെലിവറിയാണ്. ബട്ട് ദർ ഇസ് എ ടൈം ലിമിറ്റ്. 28 വീക്സ് ടു ഡെലിവറി ഉള്ള ബ്ലീഡിങ്ങിന് ഈസ് നോൺ ആസ് എന്താണ് ആൻറ്റിപാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്, ഇതാണ് ആൻറ്റിപാർട്ടം ഹെമറേജും പോസ്റ്റ്പാർട്ടം ഹെമറേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇതിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് പോസ്റ്റ്പാർട്ടം ഹെമറേജിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പോസ്റ്റ്പാർട്ടം ഹെമറേജിൽ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് വാട്ട് ഈസ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്. അപ്പോൾ പോസ്റ്റ്പാർട്ടം ഹെമറേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, വാട്ട് ഈസ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്, റൈറ്റ്? അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലോട്ട് വരാം. ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 2 മോഡ് ഓഫ് ഡെലിവറി ഉണ്ട്. ദാറ്റ് ഈസ് നോർമൽ ഡെലിവറി ആൻഡ് സിസേറിയൻ ഡെലിവറി. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ഹാൻഡ് റൈറ്റിങ്ങിൽ വളരെ വീക്കായിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ലെജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ പറയണം കമൻറ്റിൽ, ഞാൻ ട്രൈ ചെയ്യാം, മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. ബട്ട് ഒരു ലിമിറ്റ് ഉണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിന്. ഓക്കെ, അപ്പോൾ ദെൻ നോർമൽ ഡെലിവറി ഉണ്ട്, അതേപോലെ ലോവർ സെഗ്മെൻ്റൽ സിസേറിയൻ സെക്ഷൻ, അല്ലെങ്കിൽ നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ സിസേറിയൻ. ഓക്കെ, അപ്പോൾ നോർമൽ ഡെലിവറി, സിസേറിയൻ രണ്ടിലും PPHൻ്റെ ഡെഫിനിഷൻ ഡിഫറൻ്റ് ആണ്. PPHൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിയിൽ മോർ ദാൻ 500 ml ഓഫ് ബ്ലഡ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലഡ് ലോസ് ആണ് അല്ലേ. അപ്പോൾ നോർമൽ ഡെലിവറിയിൽ മോർ ദാൻ 500. സിസേറിയൻ ആണെങ്കിൽ നമുക്കറിയാം സിസേറിയൻ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലാണ് ചെയ്യുക നമ്മളെപ്പോഴും അല്ലേ. അപ്പോൾ ഒരു 1000 ml ബ്ലഡ് ലോസ് വരെ നമുക്ക് എന്താണ് സഹിക്കാൻ പറ്റും. അതിലപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് എന്താണ് പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ വൺ തിങ് ഈസ് പോസ്റ്റ്പാർട്ടം ഹെമറേജിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് തിങ് ഈസ് ബേസ്ഡ് ഓൺ ദി ഓൺസെറ്റ്. ഓക്കെ, അപ്പോൾ ഓൺസെറ്റ് എന്ന് പറയുന്നത് നമുക്ക് വിത്തിൻ ഫസ്റ്റ് 24 hours. ഓക്കെ, ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്രൈമറി പോസ്റ്റ്പാർട്ടം ഹെമറേജ്. ദെൻ മോർ ദാൻ 24 hours ശേഷമാണ് ഹെമറേജ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡറി പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറയും. ഓക്കെ, ദെൻ സെക്കൻഡ് തിങ് ഈസ് ബേസ്ഡ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് ദി ബ്ലഡ് റിലീസ്ഡ്. ഓക്കെ, അപ്പോൾ എത്ര ബ്ലഡ് ലോസ് ആയി അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് പോസ്റ്റ്പാർട്ടം ഹെമറേജ് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ ഏത് മെഡിസിനിൽ ക്ലാസിഫിക്കേഷനിൽ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡറേറ്റിൻ്റെ വാല്യൂ ആദ്യം പഠിച്ചു വെക്കുക. അതിനേക്കാളും കുറഞ്ഞത് മൈൽഡാണ്, അതിനേക്കാളും കൂടിയത് സിവിയർ ആണ് എന്നുള്ളത് എന്താണ് അതിൻ്റെ ടെക്നീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 1 liter to 2 liter, അതായത് 1 to 2 liter ബ്ലഡ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് മോഡറേറ്റ് PPH. ഓക്കെ, അപ്പോൾ മോർ ദാൻ 2 എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് സിവിയർ ആൻഡ് ലെസ് ദാൻ 1 ഈസ് മൈൽഡ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് PPHൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ PPHൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എറ്റിയോളജി അല്ലെങ്കിൽ പാത്തോജെനിസിസ് എന്ന് പറയാം, എന്തുകൊണ്ട് PPH സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡയഗ്രാം സ്ക്രീനിൽ വരക്കാൻ പോവാണ്. ഓക്കെ, നമുക്കറിയാം ലോവർ അബ്ഡമൻ പെരിനിയത്തിലാണ് യൂട്രസ് വരുന്നത്. അപ്പോൾ യൂട്രസിൻ്റെ സ്ട്രക്ചർ വരക്കുന്ന സമയത്ത് യൂട്രസ്, അതുപോലെ തന്നെ പ്ലാസൻ്റ, അംബ്ലിക്കൽ കോഡ്, റൈറ്റ്? ഇത്രയും 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ PPH എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് അംബ്ലിക്കൽ കോഡ്. നമുക്കറിയാം പ്ലാസൻ്റ എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ഫിൽഡ് സംഭവമാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസ് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ഓർഗൻ ആണ് അല്ലേ. അപ്പോൾ ഈ മസിൽസ് ഇതിൽ ക്രിസ് ക്രോസ് ആയിട്ട് ചുറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് യൂട്രസിൻ്റെ വാളിൽ. ഓക്കെ, അതേപോലെ എന്താണ് ഈ പ്ലാസൻ്റയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ബ്ലഡ് പുറത്തേക്ക് ചിന്തിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് PPH, റൈറ്റ്? അപ്പോൾ നോർമലി ഇത് സംഭവിക്കാതിരിക്കാൻ നമുക്കുള്ള ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ആളുകളാണ് എന്ത് എന്ന് പറയുന്നത്, യൂട്രൈൻ മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്രൈൻ മസിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താണ് ഒരു ലൈഗേച്ചർ പോലെയാണ്. യൂട്രൈൻ മസിൽസ് ക്രിസ് ക്രോസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് എന്താണ് ദേ ക്യാൻ ആക്ട് ആസ് ലിവിങ് ലൈഗേച്ചേഴ്സ്. ഓക്കെ, ലിവിങ് ലൈഗേച്ചർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ മസിൽസിനെ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ള ഈ എന്താ പറയുക ബ്ലഡുകളിലെ ബ്ലഡ് വെസൽസ് ഇതിലേക്ക് വരുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതായത് വാസോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ യൂട്രൈൻ മസിൽസ് ആണ്.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിസിയോളജി. ഇനി പി പി എച്ചിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പി പി എച്ചിൻ്റെ കോസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് അതായത് എറ്റിയോളജി. അപ്പോൾ ഞാൻ പാത്തോജെനിസിസ് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടിട്ട് നമുക്ക് എറ്റിയോളജിയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് പാത്തോജെനിസിസ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 4 T's ആണ്, 4 Tകളുടെ കോമ്പിനേഷനാണ് എന്ത് പറയുന്നത് പി പി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഏതൊക്കെയാണ് കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ തിങ് ഈസ് ടോണ് ഡിക്രീസ് ആവാം അല്ലെങ്കിൽ ആബ്സെൻ്റ് ആവാം. ഇതുകൊണ്ടാണ് എന്താണ് മോസ്റ്റ് കോമൺ കോസ്. നമ്മൾ മോസ്റ്റ് കോമൺ സാധാരണ ഈ യൂസ് ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് MCC അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ MC എന്നുള്ള രീതിയിലൊക്കെയാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ദെൻ വൺ തിങ് ഈസ് നമ്മളുടെ ക്ലാസ്സിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത് ഞാൻ പ്രിപ്ലാഡർ റെഫറൻസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കറക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ്സിൽ പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ കോഴ്സിലേക്ക് വരാം. 4 T's ആണ്. വൺ തിങ് ഈസ് ടോണ് കുറയുന്നത് കൊണ്ടോ ആബ്സെൻ്റ് ആവുന്നതോ അത് എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ അതർ കോഴ്സുകൾ നമുക്ക് നോക്കാം. എന്താണ് ട്രോമ? നമുക്ക് അറിയാം ഡെലിവറിക്ക് ശേഷം നമുക്ക് ഫോർസെപ്സ് സിസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് എന്തെങ്കിലും ട്രോമ ആ സമയത്ത് ബ്ലീഡിങ് ഹെമറ്റോമ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് സെക്കൻഡ് T എന്ന് പറയുന്നത്. തേർഡ് T എന്ന് പറയുന്നത് ത്രോംബിൻ ഡെഫിഷ്യൻസീസ്. അതായത് നമുക്കറിയാം ഹെമറേജ് സംഭവിക്കാനുള്ള ഒരു കാരണമാണ് എന്ത് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള എന്തും. അപ്പോൾ ത്രോംബിൻ ഉദ്ദേശിച്ചത് എന്താണ് ക്ലോട്ടിംഗ് ഡെഫിഷ്യൻസികളാണ്. ഓക്കെ, ദെൻ ഫോർത്ത് T ഈസ് ടിഷ്യൂ റിട്ടൻഷൻ. അതായത് നമ്മൾ സാധാരണ കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് പ്ലാസൻ്റ റിമൂവ് ചെയ്യും. പക്ഷേ ചില ആളുകൾ ഇതിൽ കുറച്ച് എ ബിറ്റ് ഓഫ് പ്ലാസൻ്റ റിമെയിൻസ് ദർ ഇറ്റ് സെൽഫ്. അപ്പോൾ റീറ്റൈൻഡ് ആയിട്ടുള്ള ടിഷ്യൂ റിട്ടൻഷൻ. ഓക്കെ, പ്ലാസൻ്റ അവിടെ റീറ്റൈൻ ചെയ്യുന്നതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടും എന്ത് സംഭവിക്കാറുണ്ട് നമ്മളുടെ പോസ്റ്റ് പാർട്ടം ഹെമറേജ് സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് 4 T's ആണ് വരുന്നത്. വൺ തിങ് ഈസ് ടോൺ, അതർ തിങ് ഈസ് ട്രോമ, തേർഡ് തിങ് ഈസ് ത്രോംബിൻ ഓർ കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് ആൻഡ് ടിഷ്യൂ. പ്ലാസൻ്റ റിട്ടൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ഒബ്സ്റ്ററ്റിഷ്യൻസ് ഈ പ്ലാസൻ്റ റിമൂവ് ചെയ്യുന്നതിന് പകരം കുറച്ച് ഭാഗം അവിടെ ബാക്കി വെച്ചാൽ അതെന്ത് ചെയ്യും ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മോസ്റ്റ് കോമൺ കോസ് ഈസ് ടോൺ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മളുടെ നേരത്തെ ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓർഡർ അവിടെ കഥ പോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഈ യൂട്രൈൻ മസിൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഈ ക്രിസ് ക്രോസ് ലൈഗേച്ചർ ഫോം ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ? യൂട്രൈൻ മസിലിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഈ ടോണ് കുറയുക അല്ലെങ്കിൽ ടോണ് ആബ്സെൻ്റ് ആവുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഈ മസിൽസ് റിലാക്സ് ആയി വരും. ഓക്കെ, മസിൽസ് എന്താണ് റിലാക്സ് ആയി വരും. ഈ യൂട്രൈൻ മസിൽസ് റിലാക്സ് ആയിട്ട് വരും. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമുക്കറിയാം ഇതൊരു നോർമൽ ടോണുള്ള യൂട്രസ് ആണെന്ന് സപ്പോസ് ചെയ്തോ. ഇത് അറ്റോണിക് യൂട്രസ്, അതാണ് അതിൻ്റെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ യൂട്രൈൻ മസിലിൻ്റെ കോൺട്രാക്ഷൻ കൂടുതലാണോ കുറവാണോ? കമൻറ്റ് ബോക്സിൽ പറയും, കൂടുതലാണോ കുറവാണോ? ഈ ഫസ്റ്റ് ഡയഗ്രത്തിൽ കൂടുതലാണ്, റൈറ്റ്? എന്താണ് ആൻസർ ഈസ് കൂടുതലാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിലോ രണ്ടാമത്തെ പാർട്ടിൽ എന്താണ് അറ്റോണിക് യൂട്രസ് ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ യൂട്രൈൻ മസിലിൻ്റെ കോൺട്രാക്ഷൻ കുറവാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ആ ബ്ലഡ് വെസലിൻ്റെ റിലാക്സ്ഡ് ആയിട്ട്, അതായത് വാസോ കൺസ്ട്രക്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ എന്താണ് ടോൺ കുറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഹെമറേജ് കൂടാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ എന്താണ് അത്രയും ടൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് ഹെമറേജിനുള്ളൊരു സ്കോപ്പ് ഇല്ല. ഇവിടെ എന്താണ് ഹെമറേജിനുള്ളൊരു സാധ്യത കൂടുതലാണ്, റൈറ്റ്? അപ്പോൾ അത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ബ്ലഡിനുള്ള ലോസിനുള്ള സാധ്യത കൂടുതലാണ്, മസിൽ കോൺട്രാക്ടിലിറ്റി കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അറ്റോണിക് യൂട്രസ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കോസ് എന്താണ് ടോണ് കുറയുക അല്ലെങ്കിൽ ആബ്സെൻ്റ് ആവുക. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ട്വിൻ പ്രഗ്നൻസിയിൽ എന്താണ് ഒന്നിൽ കൂടുതൽ കുട്ടികൾ എന്തുണ്ട് പ്രഗ്നൻസിയിലുണ്ട്. അപ്പോൾ ഇതാണ് എന്തൊരു നോർമൽ യൂട്രസ് എന്നുണ്ടെങ്കിൽ ട്വിൻ വരുന്ന സമയത്ത് എന്തായി അത് അതിനേക്കാളും വലുതായില്ല. അപ്പോൾ മസിൽസ് വലിയ രീതിയിൽ ടോണ് കുറഞ്ഞു പോയി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് PPH സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ലൈക്കർ അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്താണ് ഭയങ്കര ഹൈ ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കും? ഇൻക്രീസ്ഡ് ലൈക്കർ എന്ന് പറയാം നമുക്ക് അല്ലേ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടി വരുന്ന ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, ലൈക്കർ കൂടുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അവിടെ യൂട്രസിൻ്റെ ടോണ് ഭയങ്കരമായിട്ട് കുറഞ്ഞു, വലിയൊരു യൂട്രസ് ആയിട്ട് മാറി അല്ലേ. അതേപോലെ തന്നെ നമുക്ക് വേറെ കോസുകളായിട്ട് പറയാൻ പറ്റുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു 80% ഓഫ് ദി യൂട്രസിൻ്റെ പ്രോബ്ലംസിനും കാരണം എന്ന് പറയുന്നത് അറ്റോണിക് യൂട്രസ് ആണ്. PPHന് കോസ് എന്ന് പറയുന്നത് അറ്റോണിക് യൂട്രസ് ആണ്. അപ്പോൾ ട്വിൻസ് വരുമ്പോൾ എന്താണ് ടോണ്
കുറയാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ വലിയ ഫ്ലൂയിഡ് വരുന്ന സമയത്ത് യൂട്രസ് വലുതായി ആ മസിലിൻ്റെ കോൺട്രാക്ടിലിറ്റി കുറയാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വെല്ലിംഗ് ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ എന്താണ് ടോൺ കുറയാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കെന്താ ഇൻഫെക്ഷൻസ് ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് നോൺ ആസ് കോറിയോ അമ്നിയോണൈറ്റിസ്. ഓക്കെ, കോറിയോ അമ്നിയോണൈറ്റിസ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ പ്രിമേച്യൂർ റപ്ചർ ഓഫ് മെംബ്രെയിൻ, PROM, പ്രിമേച്യൂർ റപ്ചർ ഓഫ് മെംബ്രെയിൻ എന്നുള്ള രീതിയിലും എന്താണ് പറയാൻ പറ്റും. അല്ലെങ്കിൽ വേറെ പറയാവുന്നത് എന്താണ് പ്രൊലോങ്ഡ് ലേബർ. നമ്മൾ ലേബറിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയും പ്രൊലോങ്ഡ് ലേബർ, അതായത് സാധാരണ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ അവസാനിക്കും. അതല്ലാതെ കുറേ സമയം യൂട്രസ് കോൺട്രാക്ട് ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും, ഒബ്സ്ട്രക്റ്റിക്സ് ലേബർ എന്ത് ചെയ്യും, നീണ്ടു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കും, ടോൺ കുറയും. അപ്പോൾ എന്താണ്, ഇതൊക്കെയാണ് എന്ത് കോസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എറ്റിയോളജി ഡിസ്കസ് ചെയ്തു, എന്തൊക്കെയാണ് 4 T's. പിന്നെ പാത്തോജെനിസിസ് പറഞ്ഞു, എന്താണ് ഈ ലിവിങ് ലൈഗേച്ചറിൻ്റെ ആക്ഷൻ പോകുന്നതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടാണ് PPH സംഭവിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ എറ്റിയോളജി ഡിസ്കസ് ചെയ്തു, പാത്തോജെനിസിസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു ഹൗസ് സർജനാണ്, നിങ്ങളെന്താണ് ഒബ്സ്ട്രറ്റിക് വാർഡിൽ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ നിങ്ങളെ PG സ്റ്റുഡൻസ് എന്ത് ചെയ്തു, നമ്മളെ ലേബർ റൂമിലേക്ക് വിളിച്ചു, ഒരു ലേബർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എന്താണ് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു പേഷ്യൻറ്റിന് ഹെമറേജ് സംഭവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് പറയാൻ പറ്റും, ഈ ഹെമറേജ് സംഭവിക്കാതിരിക്കുന്നതിന് നമുക്കൊരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. എന്താണ് ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ലേബറിനെ 3 സ്റ്റേജുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4 സ്റ്റേജുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3rd സ്റ്റേജ് മര്യാദക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് PPH കുറക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ സാധാരണ, ഇതൊരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആണെന്ത്, ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് 3rd സ്റ്റേജ് ഓഫ് ലേബർ. ഇപ്പോൾ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ, പ്രിവെൻഷൻ അല്ല ഇപ്പോൾ പറയുന്നത്. എന്താണ് 3rd സ്റ്റേജ് ഓഫ് ലേബർ, അതുപോലെ തന്നെ ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് 3rd സ്റ്റേജ്. ഇതൊരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്ക് 4 മാർക്കിനൊക്കെ യൂഷ്വലി ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3rd സ്റ്റേജ് ലേബറിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3rd സ്റ്റേജിൽ നമുക്ക് ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താ ഉദ്ദേശം, നമ്മളുടെ ആ മസിലിൻ്റെ കോൺട്രാക്ടിലിറ്റി കൂട്ടണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, ഫസ്റ്റ് തിങ് ഈസ് കോഡ്, അംബിളിക്കൽ കോഡ് നമുക്കറിയാം അല്ലേ. നമ്മളിപ്പോൾ ഒരു ലേബർ റൂമിൽ എന്താണ് യൂട്രസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അംബിളിക്കൽ കോഡ് കാണിക്കാം, റൈറ്റ്. അപ്പോൾ ഈ അംബിളിക്കൽ കോഡ് ഞാൻ റിമൂവ് ചെയ്യുന്നത് എന്താണ്, കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ. അതായത് ഇത് ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു കൈ, എൻ്റെ ഒന്നാമത്തെ കൈ ഞാൻ ഇവിടെ ഒരു ഇങ്ങോട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അബ്ഡമനിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഫണ്ടസ് ഓഫ് യൂട്രസ് പ്രസ് ചെയ്യും. സെക്കൻഡ് ഹാൻഡ് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അംബിളിക്കൽ കോഡിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യും, വലിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്താണ്, നമ്മൾ 2 കൈകൾ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നറിയോ, നമ്മുടെ കോഡ് ട്രാക്ഷൻ നടക്കും. അതായത് നമ്മൾ വലിക്കുകയാണ് അംബിളിക്കൽ കോഡിനെ. അതിനാണ് നമ്മൾ പറയുന്നത് ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് 3rd സ്റ്റേജ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതിൽ ഒന്നാമത്തത് ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഈ ഡയഗ്രാണ്. ഈ ഗ്രീൻ ഇങ്കിൽ നമ്മൾ ഫണ്ടസിൽ ഒരു കൈ വെക്കും, അതായത് നമ്മൾ അബ്ഡമൻ വഴി, അതുപോലെ തന്നെ കോഡ് ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ 3rd സ്റ്റേജ് ലേബറിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ ആണെന്ത്, അതായത് ഒറ്റയടിക്ക് ഒരു ഫോഴ്സിൽ വലിക്കാതെ കൺട്രോൾ ചെയ്തിട്ട് മുകളിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഉള്ളിൽ നിന്ന് വലിക്കുന്ന പ്രോസസ്സ്, അതിനാണെന്ത് കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 3rd സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലർ ചോദിച്ചു എന്താണ് 3rd സ്റ്റേജ്, ഞാൻ ഒബ്സ്ട്രറ്റിക്സ് അങ്ങനെ വല്ലാതെ വായിക്കുന്ന ഒരാളല്ല. ഓക്കെ, അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ്, ലേബറിന് 4 സ്റ്റേജ് ഉണ്ട്. അപ്പോൾ 3rd സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രം ദി ഡെലിവറി ഓഫ് ദി ബേബി ടു പ്ലാസെൻ്റൽ ഡെലിവറി, അതായത് കുട്ടി പുറത്ത് വന്നത് മുതൽ പ്ലാസെൻ്റ ഡെലിവറി ആകുന്നത് വരെയുള്ള സ്റ്റേജിനാണ് ഡെലിവറി സ്റ്റേജ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേജ് 3 എന്താണ്, ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഇത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഈ രീതിയിൽ ഒന്ന് ഫണ്ടസിൽ, മറ്റേത് കോഡിൽ, എന്നിട്ട് കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, വലിക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ട് ഈസ് യൂട്രൈൻ മസാജ്. ഓക്കെ, നമ്മളെ ഉദ്ദേശം എന്താ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്, നമ്മൾ ആ മസിലിൻ്റെ ടോൺ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ യൂട്രൈൻ മസാജ് പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഈ യൂട്രൈൻ മസാജ് പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിന്നെ ഒരു ഡയഗ്രാം കൂടി ഇവിടെ വരക്കാം. യൂട്രൈൻ മസാജ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് യൂട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹാൻഡ് നേരത്തെ ചെയ്ത അതേപോലെ എന്ത് ചെയ്യും, ഔട്ട് സൈഡ് അബ്ഡമനിൽ വെച്ചിട്ട് നമ്മൾ ഫണ്ടസ് പ്രസ് ചെയ്യും.
എന്ത് ചെയ്യും, അപ്പോൾ യൂട്രൈൻ മസാജ് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് തിങ് ഈസ് ഞാൻ എന്ത് ചെയ്യും, യൂട്രസിൻ്റെ ഇൻസൈഡ് എന്ത് ചെയ്യും, ഹാൻഡ് കൊടുത്തതിന് ശേഷം പ്രസ് ചെയ്യും. അപ്പോൾ പുറത്തുനിന്ന് ഫണ്ടസ് പ്രസ് ചെയ്യും, ഉള്ളിൽ നിന്ന് യൂട്രസിൻ്റെ ഇൻസൈഡും പ്രസ് ചെയ്യും. അപ്പോൾ എന്താ യൂട്രൈൻ മസാജിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ട് നമുക്കറിയാം, മസാജ് ചെയ്യുന്ന സമയത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അപ്പോഴും എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ PPH എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ തേർഡ്, അപ്പോൾ നമ്മുടെ ഷോർട്ട് നോട്ടിൻ്റെ മൂന്നാമത്തെ പാർട്ട് എന്താണ് ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ. അതിൽ മൂന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്. ഇത് നമുക്കറിയാം, ഓക്സിറ്റോസിൻ എന്തിനാന്നുള്ളതൊക്കെ ഏത് പൊട്ടനോട് ചോദിച്ചാലും അവന് ഉത്തരം പറയും. എന്താണ്, ഫിസിയോളജിയിൽ നമ്മൾ പഠിച്ചതാണ്, മസിൽ കോൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഷോർട്ട് നോട്ടിൻ്റെ ആൻസർ. ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബറിൻ്റെ ആൻസർ എന്താണ്, കൺട്രോൾഡ് കോൺട്രാക്ഷൻ, യൂട്രൈൻ മസാജ്, ഓക്സിറ്റോസിൻ. ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതെന്താണ്, ഇത്രയും നേരം ഞാൻ ഡിസ്കസ് ചെയ്തത് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ ഈ പോസ്റ്റ് പാർട്ടം ഹെമറേജ്, കുട്ടി പുറത്ത് വന്നതിന് ശേഷം ചോര വന്നാൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു ഹൗസ് സർജൻ അല്ലെങ്കിൽ നമ്മളെ ഗൈനക്കോളജിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇത്രയും അറിഞ്ഞിരിക്കണം. അതിൽ ഓക്സിറ്റോസിൻ്റെ ഡോസും കൂടി എഴുതി കഴിഞ്ഞാൽ ആ ഷോർട്ട് നോട്ടിൻ്റെ ഉത്തരം പക്കയായി. അപ്പോൾ അതെന്ത് ചെയ്യാൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്താണ്, ഇൻട്രാമസ്കുലാർ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇൻട്രാവീനസ് ആയിട്ട് കൊടുക്കാം. ഓക്സിറ്റോസിൻ്റെ ഡോസ് എന്ന് പറയുന്നത് എന്താണ്, ഓക്സിറ്റോസിൻ ആണ് എന്ത്, പ്രിവെൻഷൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഡ്രഗ് ഓഫ് ചോയ്സ്, DOC മീൻസ് ഡ്രഗ് ഓഫ് ചോയ്സ്, റൈറ്റ്. അപ്പോൾ എന്താണ്, ഓക്സിറ്റോസിൻ്റെ ആണെന്ത് ഇതിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ് ഈസ് 5 to 10 യൂണിറ്റ്സ്. ഇതെന്താണ്, പ്രിവെൻഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഭാഗത്തിലെ മൂന്നാമത്തെ ആളുടെ ഡോസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ എന്താണ്, നമ്മൾ ലേബർ റൂമിൽ കയറിയ സമയത്ത് നമ്മൾ ഇതൊക്കെ മറന്നുപോയി. അങ്ങനെ നമ്മളിതൊന്നും ചെയ്തില്ല. അറിയാതെ എന്തായി, ഈ കുട്ടിയുടെ മീൻസ് ഈ കുട്ടി പുറത്ത് വന്നതിന് ശേഷം ബ്ലീഡിങ് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം. ഈ 2 പാർട്ടുകളാണ്. IX മീൻസ് ഇൻവെസ്റ്റിഗേഷൻ ആണ് കേട്ടോ. ഇതൊക്കെ എൻ്റേതായിട്ടുള്ള ഷോർട്ട് ഫോമുകളാണ്. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയണം. എഴുതാൻ മടിയുള്ള ആളാണ് ഒന്നാമത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അപ്പോൾ നമുക്കറിയാം ഇതൊരു എന്താണ്, എമർജൻസി സിറ്റുവേഷൻ ആണ്, റൈറ്റ്. അപ്പോൾ നമുക്ക് എന്താണ്, അതേപോലെ ഇൻവെസ്റ്റിഗേഷൻ്റെ കൂടെ തന്നെ മോണിറ്ററിങ്, നമ്മൾ ഏതൊരു എമർജൻസി സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യാം, മോണിറ്ററിങ്ങും പഠിക്കണം. പേഷ്യൻ്റ് മോണിറ്ററിങ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നിലേക്കായിട്ട് മൂവ് ചെയ്യാം. ഫസ്റ്റ് തിങ് ഈസ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു എന്താണ്, ഹെമറേജ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് നമ്മൾ കോളേജിൽ നിന്ന് ബൈക്ക് കറങ്ങി ബൈക്കിൽ നിന്ന് ആക്സിഡൻ്റ് ആയി ഒരാൾ EDക്ക് വരുന്ന അതേ സിറ്റുവേഷനാണ് എന്ത് പറയുന്നത്, ലേബർ റൂമിൽ നിന്ന് ബ്ലീഡിങ് ആയി കഴിഞ്ഞാലും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ATLS പ്രോട്ടോകോൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ടിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം ഫസ്റ്റ് തിങ് ഈസ് വി ഷുഡ് ക്ലിയർ എയർവേ. അപ്പോൾ ഇതൊക്കെ essay ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്ട് ഈസ് ദ ഡയഗ്നോസിസ്, വാട്ട് മേ ബി ദ കോസ്, ഹൗ വിൽ യു മാനേജ് ദ കേസ്, വാട്ട് ആർ ദി ഇൻവെസ്റ്റിഗേഷൻസ്, ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ B എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബ്രീത്തിങ് സെറ്റ് ചെയ്യുക. ഇതൊക്കെ ആ എഴുതേണ്ട സ്കീമിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. ദെൻ തേർഡ് തിങ് ഈസ് സർക്കുലേഷൻ. സർക്കുലേഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. കാരണം ബ്ലഡാണ് അവിടെ ലോസ് ആവുന്നത്. അപ്പോൾ കുട്ടിയുടെ ബ്ലഡല്ല പോകുന്നത്, അമ്മയുടെ ബ്ലഡാണ്, റൈറ്റ്. അപ്പോൾ എയർവേക്ക് പ്രശ്നം ഉണ്ടാവാനും ബ്രീത്തിങ്ങിന് പ്രശ്നം ഉണ്ടാവാനൊക്കെ ഉള്ളൊരു സാധ്യത കുറവാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് സർക്കുലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റിൻ്റെ മുന്നേ ഈ ട്രോമയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സർക്കുലേഷൻ, അതായത് ഒരു ഹൈപ്പോവോളിമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ലോസ് ആവുന്ന സിറ്റുവേഷൻ, ഹൗ വിൽ വി മാനേജ് എന്നാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് എന്താണെന്ന് അറിയോ, ബ്ലഡ് ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് നമ്മൾ ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് O നെഗറ്റീവ് ബ്ലഡാണ്. മനസ്സിലായോ? കാരണം എന്താണ്, ഇത് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ആർക്കും കൊടുക്കാൻ പറ്റിയ ബ്ലഡാണ് O നെഗറ്റീവ് ബ്ലഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ലേബർ റൂമിൽ ഹൗസ് സർജനാണ്. അപ്പോൾ എന്നോട് PG സ്റ്റുഡൻറ്റ് പറയും, ഞാൻ എന്ത് ചെയ്യും, 2 വേം 14 ഗോജ് എന്താണ് ഗോസ് ആയിട്ടുള്ള IV കാനുല 2 കൈയിലും വേഗം ഇടാൻ പറയും. ഇനി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും, അപ്പോൾ കാനുല 2 കൈയിലും നമ്മൾ എന്ത് ചെയ്യുക, ഇടുക. അപ്പോൾ ബൈലാട്രലി ഫൈൽ നമ്മൾ എന്ത് ചെയ്യുക, 14 ഗോസ് നീഡിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 4 യൂണിറ്റ്സ് ഇമ്മീഡിയറ്റ് O നെഗറ്റീവ് ആയിട്ടുള്ള ഒരു 4 യൂണിറ്റ് ബ്ലഡ് എന്ത് ചെയ്യുക, സർക്കുലേഷൻ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതാണെന്ത് അതിൻ്റെ എമർജൻസി മാനേജ്മെൻറ്റ്. ഇനി നമ്മൾ ഡെഫിനിറ്റീവ് മാനേജ്മെൻറ്റിലേക്ക് വരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഡെഫിനിറ്റീവ് മാനേജ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് ഈസ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണെന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ ഇതൊരു എന്താണ് യൂഷ്വലി PG പ്ലാറ്റ്ഫോമിലൊരു തല്ലുണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് PPH എന്ന് പറയുന്നത്. അപ്പോൾ 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ 2 ചോയ്സും കാണും. അപ്പോൾ നമ്മൾ യൂഷ്വലി ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നമ്മൾ പ്രിവെൻഷൻ്റെയും ട്രീറ്റ്മെൻറ്റെയും ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് കേട്ടോ. പ്രിവെൻഷൻ മീൻസ് PX, ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ മീൻസ് IX, ട്രീറ്റ്മെൻറ്റ് മീൻസ് RX. ഒക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ ഇതൊന്നും അപ്രൂവ്ഡ് അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ ഓക്സിറ്റോസിൻ എന്ത് ചെയ്ത് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഓക്സിറ്റോസിൻ്റെ പ്രിവെൻഷൻ ഡോസ് എന്ന് പറയുന്നത് 5 to 10 യൂണിറ്റ്സ് ആണ്. ട്രീറ്റ്മെൻറ്റ് ഡോസ്, അതായത് ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 10 to 20 യൂണിറ്റ്സ് ആണ്. അതായത് പ്രിവെൻഷൻ്റെ ഇരട്ടി ഡോസ് എന്ത് ചെയ്യണം, നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഡ്രഗ് ഓഫ് ചോയ്സ്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം ട്രീറ്റ്മെൻറ്റ് PPHS എഴുതുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇനി ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള, പക്ഷേ ഓക്സിറ്റോസിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതായത് ഇങ്ങനെ നിന്നിരുന്ന ഈ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാക്ട് ചെയ്തിട്ട് പറ്റ ചെറുതാക്കി മാറ്റണം അല്ലേ. അപ്പോൾ അത് ഓക്സിറ്റോസിന് കൊടുക്കാം. അതുപോലെ തന്നെ വേറൊരു മാജിക്കൽ ഡ്രഗാണ് എന്തെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലേബർ റൂമിലാണുള്ളത്, ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഷുഡ് വി ഡു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, റൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ, ഞാൻ ചെയ്യാൻ പോകുന്നത് മീഥൈൽ എർഗോമെട്രിൻ. ദിസ് ഇസ് എ മാജിക്കൽ ഡ്രഗ്. ഇതാണ് നമ്മൾ യൂഷ്വലി പ്രാക്ടിക്കൽ പർപ്പസിന് യൂസ് ചെയ്യുക. ബട്ട് അത് നമ്മൾ തിയറിറ്റിക്കൽ പർപ്പസ് പറയുന്ന സമയത്ത് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് ഓക്സിറ്റോസിനാണ് പറയാം. മീഥൈൽ എർഗോമെട്രിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇതാണ് എൻ്റെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള യൂട്രസ്. ഈ ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു 90 സെക്കൻഡ്സ് ഒരു വണ്ടർഫുൾ ഡ്രഗാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നറിയോ, ഈ യൂട്രസിൻ്റെ കോൺട്രാക്ടിലിറ്റി ഒറ്റയടിക്ക് കൂട്ടും. ഇത് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവിടെ ഫിസിയോളജിക്കലി സംഭവിക്കുന്നതെന്ന് അറിയോ, നമുക്ക് ഈ യൂട്രസിൽ ഉണ്ടായിരുന്ന ഫുൾ ബ്ലഡുകളും എന്ത് ചെയ്യും, ഈ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് തിരിച്ചു കയറും നമ്മളുടെ ബ്ലഡ് വെസൽസിലോട്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ, ഈ ബ്ലഡ് എല്ലാം കൂടി നമ്മളെ ഹാർട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു കയറുന്നത് അല്ലേ. അപ്പോൾ ഒറ്റയടിക്ക് ഈ ഹാർട്ടിലേക്ക് തിരിച്ചു കയറുന്ന ആളുകൾ, അതായത് കാർഡിയാക് പേഷ്യൻസിന് മീഥൈൽ എർഗോമെട്രിൻ IV എന്താണ്, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, കാർഡിയാക് പേഷ്യൻസിൽ എന്താണ് മീഥൈൽ എർഗോമെട്രിൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ 1.5 മിനിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യും, ഫുൾ ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വാൽവ് പ്രോസ്റ്റസിസ് ഒക്കെ സ്വീകരിച്ച ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള ഓൾറെഡി വോളിയം ഓവർലോഡഡ് സിറ്റുവേഷൻ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യണം, ഈ ഡ്രഗ് ഒരിക്കലും എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ അഡീഷണൽ പോയിന്റ്സ് എന്തൊക്കെയാണ്, കാർഡിയാക് പേഷ്യൻസിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷനിൽ മീഥൈൽ എർഗോമെട്രിൻ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിൽ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ടീച്ചർ ഏത് രീതിയിലാണ് പഠിപ്പിക്കുന്നത് അതിനനുസരിച്ച് വാരി ചെയ്യും. ബട്ട് ഡ്രഗ് ഓഫ് ചോയ്സ് ആൻസർ ഈസ് ഓക്സിറ്റോസിൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ തേർഡ് ചോയ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻ ആളുകളാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഗ്രൂപ്പിൽ വരുന്ന PGE1 അനലോഗായിട്ടുള്ള മിസോപ്രോസ്റ്റോൾ എന്ന് പറയുന്ന ഡ്രഗ്. ഇതൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഡ്രഗിൻ്റെ പേരെങ്കിലും പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കാർബോപ്രോസ്റ്റ്, നമ്മൾ ലാറ്റിനോപ്രോസ്റ്റ്, കാർബോപ്രോസ്റ്റ്. ഓക്കെ ഓക്കെ അപ്പോൾ കാർബോപ്രോസ്റ്റ്. ഓക്കെ, ഈ ഇഞ്ചക്ഷൻ കാർബോപ്രോസ്റ്റ്, അതേപോലെ തന്നെ മിസോപ്രോസ്റ്റോൾ, അതേപോലെ തന്നെ ഈ ഡ്രഗുകളൊക്കെ എന്താണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഇത് PGF2 ആൽഫ ഗ്രൂപ്പിൽ വരുന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ ഫംഗ്ഷൻ വരുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ പിന്നെ വരുന്നത് നമുക്കറിയാം ഇതെന്താണ്, ഒരു വോളിയം, അതായത് ഹൈപ്പർ വോളിമിയ നടക്കുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ നമ്മൾ ഏത് ലെവൽ വരെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടോ, ട്രീറ്റ്മെൻറ്റ് ഗോൾ എന്ന് പറയും. നമ്മൾ എന്തിനാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ലെവൽ വരെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡിലുള്ള മെയിൻ കാര്യങ്ങളാണ് RBC അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ, അല്ലെങ്കിൽ നമുക്കറിയാം പ്ലേറ്റ്ലെറ്റിൻ്റെ ഒരളവ്. അപ്പോൾ ഇത് ബ്ലഡ് പോകുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് പോകുന്നുണ്ട്, ഹീമോഗ്ലോബിൻ പോകുന്നുണ്ട്, അതേപോലെ നമ്മളുടെ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് പോകുന്നുണ്ട്. ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് വരെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നറിയോ, ഹീമോഗ്ലോബിൻ ബ്ലഡ് ലോസ് ആയി വരുന്ന സമയത്ത് ഒരു 5ഉം 4ഒക്കെ ആയി വരാനുള്ള സാധ്യത ഉണ്ട്, മര്യാദക്ക് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഹീമോഗ്ലോബിൻ ഒരു മോർ ദാൻ 8 gram പെർസെൻറ്റേജെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എത്തിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലഡ് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 75
1000 സെൽസ് പെർ മില്ലിമീറ്റർ ക്യൂബ് ഓഫ് ബ്ലഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനെ എത്തിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമുക്ക് പ്രോത്രോംബിൻ ടൈം, അതൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് APTT, PT, ഇതൊക്കെ നമ്മൾ പണ്ട് പാത്തോളജിയിൽ പഠിച്ച മറന്ന വേർഡുകളാണ്. അപ്പോൾ PT, APTT ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഗോൾഡിന് പറയുന്നുണ്ട്. നോർമൽ ആൾക്ക് എന്താണ് ഇത് വളരെ ഇതായിരിക്കും. പക്ഷെ എന്താണ് ഈ സിറ്റുവേഷനിൽ എന്താണ് ഈ PT, APTT ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. പക്ഷെ ഒരു 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ കൂടുന്നതായിരിക്കും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ലെസ് ദാൻ 1.5 ഓഫ് ദി നോർമലെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ എത്തിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ എന്താണ് ട്രീറ്റ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്നത്, PT, APTT ഒക്കെ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ലെസ് ദാൻ 1.5 ഓഫ് ദി നോർമൽ പേഴ്സൺ എങ്കിലും എത്തിച്ചിരിക്കണം. എന്താണ് ലെസ് ദാൻ 1.5% ഓഫ് നോർമൽ ഇൻഡിവിജ്വൽ എങ്കിലും PT, APTT ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ എത്തിച്ചിരിക്കണം. ഈ 4ഉം സെറ്റ് ആവുന്നത് വരെ നമ്മൾ ചികിത്സിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഗുളികകളൊക്കെ കൊടുത്തു, മീൻസ് ടാബ്, ഇഞ്ചക്ഷൻ, മിസോപ്രോസ്റ്റോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, പിടിച്ചാൽ നിൽക്കുന്നില്ല, ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഫൈബ്രിനോജൻ, നമുക്കറിയാം ആൽബുമിൻ, ഗ്ലോബലിൻ, ഫൈബ്രിനോജൻ എന്താണ്, ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിവർ പ്രോട്ടീനാണ്, റൈറ്റ്. അപ്പോൾ എന്താണ്, അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്ലഡ് കൊടുക്കുന്ന അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഫൈബ്രിനോജൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്താണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ഒരു ലെവലുണ്ട്. മോർ ദാൻ 1 gram per liter എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിനെ നമ്മൾ mg/dl മാറ്റുന്ന സമയത്ത് 100 mg/dl എന്ത് ചെയ്യണം, ഇതിനെ എത്തിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഗോൾസിൽ വരുന്ന പാർട്ടാണ്. ഓക്കെ. ഇതിലൊക്കെ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ അതുവരെ നമ്മൾ ചികിത്സിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം. ഞാനിതൊക്കെ കൊടുത്തു, എന്തൊക്കെ ഈ മരുന്നുകളൊക്കെ പരീക്ഷിച്ച് നോക്കി, ബട്ട് അതിനെന്താ ചെയ്യുക, വേണ്ടത്ര രീതിയിൽ എഫക്റ്റ് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയോ, ഞാൻ എന്ത് ചെയ്യുന്നറിയോ, യൂട്രസിൻ്റെ ബ്ലഡ് സപ്ലൈ ഏതാണ്, യൂട്രൈൻ ആർട്ടറി ആണല്ലേ. നമ്മൾ പണ്ട് അനാട്ടമിയിൽ പഠിച്ച് മറന്നൊരു സാധനമാണ് എന്ത്, യൂട്രൈൻ ആർട്ടറി അല്ലേ. അപ്പോൾ ഈ യൂട്രൈൻ ആർട്ടറി എന്ത് ചെയ്താൽ മതി, ലൈഗേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്താ സംഭവിക്കും, ഈ പറഞ്ഞ ബ്ലീഡിങ്ങിൻ്റെ സീനുകളൊക്കെ എന്ത് ചെയ്യും, കുറയും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ആർക്കാണ് യൂസ് ചെയ്യാന്ന് പറയും, യൂഷ്വലി എന്തെങ്കിലും ക്ലോട്ടിംഗ് ഡിസോർഡറൊക്കെ നമ്മൾ ആദ്യത്തെ പറഞ്ഞ 4 സ്റ്റെപ്പ് കൊണ്ട് തന്നെ ഏകദേശം എല്ലാം സെറ്റ് ആവും. ഇനി അഥവാ ക്ലോട്ടിംഗ് ഡിസോർഡറൊക്കെ ഫീൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ യൂട്രൈൻ ആർട്ടറി എന്ത് ചെയ്യാം, എംബോളൈസ് ചെയ്താലും എന്താകുന്നുണ്ട്, ഇത് സെറ്റായി മാറും. പിന്നെ വേറെ ഒരു ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രാവാസ്കുലാർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രാവാസ്കുലാർ അയോട്ടിക് ബലൂൺ കംപ്രഷൻ. ഓക്കെ. അപ്പോൾ ആ ടേമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷനായിട്ട് വരുന്നതാണ് ബലൂൺ ടാമ്പോണൈഡ്. നമ്മളുടെ സീൻ എന്താണെന്ന് വെച്ചാൽ ലേബർ റൂമിലെ യൂട്രസ് കുറച്ച് വലുതാണ്, അതിനൊന്ന് ചെറുതാക്കണം, അതാണ് നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ. അല്ലെങ്കിൽ എന്താണ്, ആ വലിയ യൂട്രസിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രഷർ അപ്ലൈ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാം. നമ്മൾ ചെറുതാക്കാൻ നോക്കി, ചെറുതായില്ല. ഇനിയുള്ള ഓപ്ഷൻ എന്താണ്, നമ്മൾ ലൈഗേറ്റ് ചെയ്തു, അപ്പോൾ എന്താണ് ലൈഗേറ്റ് ചെയ്തിട്ടും കുറയുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു പ്രഷർ അപ്ലൈ ചെയ്യാൻ തുടങ്ങും. പ്രഷർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പിന്നെ ഫോളീസ് കത്തീറ്റർ യൂസ് ചെയ്യാം. ഫോളീസ് കത്തീറ്റർ നമുക്കറിയാം യൂറിൻ കത്തീറ്ററൈസേഷന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഫോളീസ് കത്തീറ്റർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ബക്രീസ് ബലൂൺ, ഇതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ബക്രീസ് ബലൂൺ. അതേപോലെ തന്നെ നമുക്ക് ഫാമിലി പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോണ്ടംസ് യൂസ് ചെയ്യാം. ഇവിടെയൊക്കെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം, ഇതിൻ്റെ ഒക്കെ പ്രിൻസിപ്പിൾ സെയിം ആണ്. നമ്മളുടെ ഉദ്ദേശം എന്താണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രഷർ റെഡ്യൂസ് ചെയ്യണം. പ്രഷർ അപ്ലൈ ചെയ്താൽ മതി, അപ്പം എന്ത് ചെയ്യില്ല, ബ്ലഡ് റിലീസ് കുറയും സ്വാഭാവികമായിട്ടും. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ പറയുക, ഒരു കത്തീറ്റർ എടുക്കും. ബക്രീസ് ബലൂൺ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കത്തീറ്റർ എടുക്കും. ഈ കത്തീറ്ററിൻ്റെ എൻഡിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ബക്രീസ് ബലൂൺ വെക്കും. അപ്പോൾ ഈ ബലൂണിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യും, നോർമൽ സലൈനായിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യും, എടുക്കും. അപ്പോൾ ഈ നോർമൽ സലൈൻ വാട്ടർ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പ്രഷർ എഫക്റ്റിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് എന്താവാം, ബ്ലീഡിങ് കുറയാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നോർമൽ സലൈൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡെക്സ്ട്രോസ് നോർമൽ സലൈൻ, അല്ലെങ്കിൽ ഏത് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ്, അതേപോലെ തന്നെ ഈ ബക്രീസ് ബലൂണിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ചീപ്പർ ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ കോണ്ടംസ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫോളീസ് കത്തീറ്റർ എന്ത് ചെയ്യാറുണ്ട്, ഈ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കളിയൊക്കെ നമ്മൾ ചെയ്തു നോക്കി, പക്ഷെ എന്നിട്ട് ഒരു രക്ഷയില്ല, പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല എന്ന സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്തത് നമ്മൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു സർജിക്കൽ മെത്തേഡിലേക്ക് എത്തിയിട്ടില്ല. ഇനി നമ്മൾ എന്താണ്, സർജിക്കൽ മെത്തേഡ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. ഇനി പറയാൻ പോകുന്നത് നമ്മളെ യൂട്രസ് ഇല്ലേ, യൂട്രസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് വലിയ യൂട്രസ്സാണ്, ഇതിനെ ചെറുതാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ തെങ്ങ് കയറ്റക്കാർ തെങ്ങ് മുറിക്കൂലേ,
ആ ഒരു പരിപാടി നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതെന്താണ്? ആൻറ്റീരിയർ എൻഡാണ്, ഇത് പോസ്റ്റീരിയർ എൻഡാണ്. അപ്പോൾ എന്താ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഞാൻ എന്ത് ചെയ്യും, ഒരു സൂച്ചർ ലൈൻ എടുത്തിട്ട് ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ വരും, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിടും, മീൻസ് സ്റ്റിച്ചിടും. ഈ സ്റ്റിച്ച് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും, പുറത്തേക്ക് കൊണ്ടുവരും. ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, വീണ്ടും പോസ്റ്റീരിയർ ടു ആൻറ്റീരിയർ. ഇപ്പോൾ കഥ പോയത് എങ്ങനെയാണ്? ഫസ്റ്റ് ആൻറ്റീരിയർ ടു പോസ്റ്റീരിയർ ഒരു സ്റ്റിച്ച് ഇട്ടു, എന്നിട്ട് അത് ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ആൻറ്റീരിയർലി അത് വലിക്കും. ഓക്കെ, അപ്പോൾ എന്തായി, നമ്മൾ തെങ്ങ് മറിച്ചിടുന്ന അതേപോലെ ഇതെന്ത് ചെയ്യും, ഈ വലിവിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് ഈ വലിയ യൂട്രസ് എന്തായിട്ട് മാറും, ഒരു ചെറിയ യൂട്രസ് ആയിട്ട് മാറും. ഓക്കെ, ഈ സൂച്ചറിന് പറയുന്ന പേരാണ് എന്ത്? ബ്രേസ് സൂച്ചർ. ഓക്കെ, ഇതൊരു കണ്ടെത്തിയ ആളുടെ പേരാണെന്ന് തോന്നുന്നു. അപ്പോൾ കംപ്രഷൻ സൂച്ചർ അല്ലെങ്കിൽ ബ്രേസ് സൂച്ചർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയോ? നമ്മളെ ബ്ലഡ് എത്തുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതേപോലെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ സൂച്ചർ മെത്തേഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒരാളാണ് ഹെയ്മാൻ സൂച്ചർ. ഇതൊക്കെ നമുക്ക് എസ്സേക്ക് കുറച്ച് ഹൈ ലെവൽ ആൻസറൊക്കെ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതൊക്കെ കൊടുക്കാം. ബേസിക്കലി ബ്രേസ് സൂച്ചർ അറിഞ്ഞിരിക്കണം. എന്താണ് അത്? ക്രിസ്റ്റഫർ ബി ലിഞ്ച് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് എന്ത് ചെയ്തത്, ബ്രേസ് സൂച്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്രിസ്റ്റഫർ ബി ലിഞ്ച് അല്ലെങ്കിൽ ബി ലിഞ്ച് സൂച്ചർ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് അത്. ഓക്കെ, ക്രിസ്റ്റഫർ ബി ലിഞ്ച്, റൈറ്റ്. അപ്പോൾ ഹേമാൻ സൂച്ചർ ഉണ്ട്, അതുപോലെ തന്നെ വേറെയുണ്ട്. അതായത് പിന്നെ ചോസ് മൾട്ടിപ്പിൾ ബ്ലോക്ക് സൂച്ചർ. ഇതൊക്കെ നമ്മളെ ഗീത എന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന സാധനങ്ങളാണ് കേട്ടോ. ചോസ് മൾട്ടിപ്പിൾ സൂച്ചർ, മൾട്ടിപ്പിൾ ബ്ലോക്ക് സൂച്ചർ എന്നാണ് പേര്. അപ്പോൾ ഈ പേരുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. എന്തായാലും ബേസിക് ആൻസേഴ്സ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഇപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് ആയിരിക്കും ഒരു സബ് ഡിവിഷൻ വരിക എസ്ഐയുടെ. അപ്പോൾ ഹൗ വിൽ യു മാനേജ് ദ കേസ്? അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള കഥകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, പ്ലേറ്റ്ലെറ്റ്, RBC, WBC ഇതിൻ്റെയൊക്കെ റേഞ്ച് എന്താണെന്ന് അറിയണം. ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്താണെന്ന് അറിയണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ക്രോസ് മാച്ചിങ് നടത്തണം, മൈനർ ക്രോസ് മാച്ചിങ്, മേജർ ക്രോസ് മാച്ചിങ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നടത്തണം. അതുപോലെ തന്നെ കൊയാഗുലേഷൻ പ്രൊഫൈൽ, എന്തെങ്കിലും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഡെഫിഷ്യൻസി ഉള്ള ആളാണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊയാഗുലേഷൻ പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ ആൽബുമിൻ, ഗ്ലോബലിൻ, ഫൈബ്രിനോജനൊക്കെ കുറഞ്ഞിട്ടുണ്ടോ, ലിവർ ഫംഗ്ഷൻ ഇമ്പേർഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കറിയാം ബ്ലഡ് ലോസ് ആവുന്നതിനനുസരിച്ച് ഹൈപ്പോവോളീമിയ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എഫക്റ്റ് ചെയ്യുന്ന ഓർഗനാണെന്ത്, നമ്മുടെ കിഡ്നീസ് അല്ലേ. അപ്പോൾ കിഡ്നീസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ യൂറിൻ ഔട്ട്പുട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ മോണിറ്ററിങ്ങിന് ഏറ്റവും അടിപൊളി സാധനമാണ്. ഒരു പേഷ്യൻ്റ് എത്രത്തോളം യൂറിന് റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കിഡ്നി ഫംഗ്ഷൻ ഒറ്റയടിക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈപ്പോവോളീമിയയിലെ ഏറ്റവും നല്ല മോണിറ്ററിങ് ടൂൾ എന്താണ്, യൂറിൻ ഔട്ട്പുട്ടാണ്. അതേപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് യൂറിൻ ഔട്ട്പുട്ട് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ കിഡ്നി ഫംഗ്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിൻ ഔട്ട്പുട്ട് നോക്കിയാൽ മതി. സാധാരണ നമ്മളൊരു PHC സെറ്റപ്പിലൊക്കെയാണ് അല്ലെങ്കിൽ CHC സെറ്റപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ RFT ഒക്കെ, പിന്നെ അതേപോലെ സീറം ഇലക്ട്രോലൈറ്റ്സ്, ഇതൊക്കെയാണ് എന്ത് ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് എന്ത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോണിറ്ററിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ശരിക്കും ഏത് എമർജൻസി എസ്ഐകൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സർജറിയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിൻ്റെ, ഇപ്പോൾ അപ്പർ GI ബ്ലീഡിങ്, ലോവർ GI ബ്ലീഡിങ്, ഇതിലൊക്കെ കുറച്ച് തള്ളാൻ പറ്റിയ ഉത്തരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷനും മോണിറ്ററിങ്ങും ഒക്കെ. ഓക്കെ, ഇതൊക്കെ കോമൺ തള്ളുകളാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ വൈറ്റൽസ് ആദ്യം മോണിറ്റർ ചെയ്യും, ടെമ്പറേച്ചർ, പൾസ്, അതേപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റ്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ എന്താണ് ഏത് ഇതിലും നമുക്ക് ഹാർട്ട് റേറ്റ്, അതേപോലെ തന്നെ ECG യൂസ് ചെയ്യണം എമർജൻസി സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ. ഇതേപോലെ തന്നെ നമ്മൾ കോവിഡിനൊക്കെ യൂസ് ചെയ്യുന്ന പൾസ് ഓക്സിമീറ്റർ, ഇതൊക്കെ മോണിറ്ററിംഗ് പർപ്പസിന് യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഇതൊന്നും എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, CVP ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ എഴുതേണ്ട അൾട്ടിമേറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, ഹൈപ്പോവോളീമിയ അല്ലെങ്കിൽ ബ്ലഡ് ലോസിൽ നിങ്ങൾ എഴുതിയിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് യൂറിൻ ഔട്ട്പുട്ട് മോണിറ്ററിംഗ് മസ്റ്റാണ്. ഓക്കെ, അതിൻ്റെ എലാബറേഷൻ നമ്മൾ ATLS സർജറിയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം.
ഓക്കെ. അപ്പോൾ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാണ് നമുക്ക് മോണിറ്ററിങ് വരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പഠിച്ചു, മോണിറ്ററിങ് പഠിച്ചു, ട്രീറ്റ്മെൻറ്റ് പഠിച്ചു. ഇനി നമുക്ക് ഒരു എൻട്രൻസിൻ്റെ ഒരു സാധനം കൂടി ചോദിക്കാറുണ്ട് അനാട്ടമിയുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ. അപ്പോൾ യൂട്രസിൻ്റെ ബ്ലഡ് സപ്ലൈ നമുക്കറിയാം യൂട്രൈൻ ആർട്ടറിയാണ്. ഓക്കെ. അപ്പോൾ യൂട്രൈൻ ആർട്ടറി എന്ന് പറയുന്നത് നമ്മുടെ അനാട്ടമിക്കൽ നോളജ് നമ്മൾ മറന്നു പോയതുകൊണ്ട് ഞാൻ ചെറിയൊരു ഡയഗ്രം വരച്ചിട്ട് ഡെപ്പിക്റ്റ് ചെയ്യാം. ഫസ്റ്റ് തിങ് ഈസ് അയോട്ട, അല്ലെ അബ്ഡമിനൽ അയോട്ട, തൊറാസിക് അയോട്ട, അല്ലെ തൊറാസിക് അയോട്ട, അബ്ഡമിനൽ അയോട്ട. ദെൻ നമ്മളെ കോമൺ ഇലിയാക് ആർട്ടറി CIA. ദെൻ ദേ ഡിവൈഡ് ഇൻ ടു എക്സ്റ്റേണൽ ഇലിയാക് ആൻഡ് ഇൻറ്റേർണൽ ഇലിയാക്. ഓക്കെ. എക്സ്റ്റേണൽ ഇലിയാക്, ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറി. ഈ എക്സ്റ്റേണൽ ഇലിയാക് നമ്മൾ ഇൻഗ്വേനൽ കനാൽ കണ്ടിന്യൂ ചെയ്താൽ എന്താകും ഫീമറൽ ആർട്ടറി ആവും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ. പിന്നെ ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറിക്ക് 2 ഡിവിഷൻ ഉണ്ട്, ആൻറ്റീരിയർ ഡിവിഷൻ ആൻഡ് പോസ്റ്റീരിയർ ഡിവിഷൻ. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ എന്തിനാണ് ഇത്രയും നേരം ഈ കഥയൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു യൂട്രൈൻ ആർട്ടറി ലൈഗേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറെയും കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട് എന്ത് ചെയ്യാൻ നമുക്ക്. പിന്നെ ഇത് ലൈഗേഷന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ യൂട്രൈൻ ആർട്ടറി തന്നെ വേണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം യൂട്രോ ഒവേറിയൻ ആർട്ടറി ലൈഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒവേറിയൻ ആർട്ടറി എന്ത് ചെയ്യാം ലൈഗേറ്റ് ചെയ്യാറുണ്ട് സംടൈംസ്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറി തന്നെ ലൈഗേറ്റ് ചെയ്യാറുണ്ട് ചില സമയത്ത്. ഓക്കെ. അപ്പോൾ ഏത് ആർട്ടറിയാണോ നമുക്ക് പിന്നെ ബ്ലഡിന് പ്രശ്നമായിട്ട് തോന്നുന്നത് അത് ലൈഗേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കംപ്ലീറ്റ് ഒക്ലൂഷൻ ഓഫ് ബ്ലഡ് അല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ PPHൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പിന്നെ റെഡ്യൂസ് ദി പ്രഷർ, അതായത് സ്ലഗ്ഗിഷ് ആക്കുക, ഫ്ലോ എന്ത് ചെയ്യുക കുറക്കുക. അതാണ് നമ്മളുടെ ഈ ലൈഗേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുക പ്രഷർ കുറക്കുക. അപ്പോൾ എന്താ ബ്ലഡ് ഫ്ലോ കുറയും അല്ലേ. ബ്ലഡ് ഫ്ലോ കുറയുന്ന സമയത്ത് കൊയാഗുലേഷൻ നമുക്കറിയാം, ഏതൊരു സാധനം കെട്ടിക്കിടന്നാലും എന്ത് ചെയ്യും ഫാക്ടേഴ്സ് വേഗം സെറ്റ് ആവും. അപ്പോൾ എന്താണ് നമ്മുടെ സെൽസൊക്കെ പ്ലേറ്റ്ലെറ്റൊക്കെ എന്ത് ചെയ്യും മൊബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ വേഗം സെറ്റ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നിക്കാണ് ഈ കൊയാഗുലേഷൻ കൊണ്ട് ലൈഗേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ. കംപ്ലീറ്റ് ഒക്ലൂഷൻ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ വരാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ. ഓക്കെ. നമ്മൾ ആൻറ്റീരിയർ ഡിവിഷനും പോസ്റ്റീരിയർ ഡിവിഷനും ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞു ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറിക്ക് ആൻറ്റീരിയർ ഡിവിഷൻ ഉണ്ട്, പോസ്റ്റീരിയർ ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ആൻറ്റീരിയർ ഡിവിഷന് നമ്മളിതിൽ ഏത് ലൈഗേറ്റ് ചെയ്യും. ഇപ്പോൾ ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറി ലൈഗേറ്റ് ചെയ്യുന്ന സമയത്ത് അത് പ്രാവശ്യം എൻട്രൻസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് ആൻസർ എന്ന് പറയുന്നത് ആൻറ്റീരിയർ ഡിവിഷനാണ് നമ്മൾ എന്ത് ചെയ്യുക ലൈഗേറ്റ് ചെയ്യുന്നത്. പോസ്റ്റീരിയർ ഡിവിഷൻ അല്ല നമ്മൾ ലൈഗേറ്റ് ചെയ്യുന്നത്, ആൻറ്റീരിയർ ഡിവിഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലൈഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റീരിയർ ഡിവിഷൻ്റെ പിന്നെ ബ്രാഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റീരിയർ ഡിവിഷൻ്റെ ബ്രാഞ്ചസ് ഓർത്ത് വെക്കാനുള്ള ട്രിക്ക് ന്യൂമോണിക് എന്ന് പറയുന്നത് ഷോർട്ട് ഗിൽസ് എന്നുള്ളതാണ്. എന്താണ് ഷോർട്ട് ഗിൽസ്. ഓക്കെ. ഷോർട്ട് ഗിൽസ്. ഓക്കെ. അപ്പോൾ ഷോർട്ട് ഗിൽസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ. അപ്പോൾ എന്താണ് പോസ്റ്റീരിയർ ഡിവിഷനും കുറച്ച് ബ്രാഞ്ച് ഉണ്ട്, ആൻറ്റീരിയർ ഡിവിഷനും ബ്രാഞ്ച് ഉണ്ട്. ഇത് അനാട്ടമിയിൽ യൂഷ്വലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പോസ്റ്റീരിയർ ഡിവിഷനിൽ ഉള്ള ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയർ ഗ്ലൂട്ടിയൽ ആർട്ടറി. ഓക്കെ. പിന്നെ ഇലിയോ ലംബാർ. അപ്പോൾ SG എന്ന് പറയുന്നത് എന്താണ് സുപ്പീരിയർ ഗ്ലൂട്ടിയൽ ആർട്ടറി. പിന്നെ ഇലിയോ ലംബാർ, റൈറ്റ്, ഇലിയോ ലംബാർ ആർട്ടറി, അതേപോലെ തന്നെ ലാറ്ററൽ സാക്രൽ ആർട്ടറി. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ലാറ്ററൽ സാക്രൽ ആർട്ടറി. അപ്പോൾ ഏതാണ് ലൈഗേറ്റ് ചെയ്യുന്നത് ആൻറ്റീരിയർ ഡിവിഷനാണ്. പക്ഷേ ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ പോസ്റ്റീരിയർ ഡിവിഷൻ്റെ ബ്രാഞ്ചസ് ഏതൊക്കെയാണ് എന്നൊക്കെ ഷോർട്ട്. അപ്പോൾ എന്താ സുപ്പീരിയർ ഗ്ലൂട്ടിയൽ, അതേപോലെ ഇലിയോ ലംബാർ, ലാറ്ററൽ സാക്രൽ. അപ്പോൾ ഇത്രയും ബ്ലഡ് വെസൽസ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അനാട്ടമി പാർട്ടിൽ ഓർത്ത് വെക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഡിസ്കഷൻ ഇവിടെ PPHൻ്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ കണ്ടന്റ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളെ നോളജ് പിടിച്ചു വെക്കരുത്. നമ്മൾ ദ മോർ യു ഗീവ് ദ മോർ ഇറ്റ് ബിക്കം റിച്ചർ ഇൻ നോളജ് അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും നമ്മളെ അറിവ് കൂടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ കോളേജിൽ എല്ലാ സ്റ്റുഡൻസിനെയും അറിയിക്കുക. അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ, ഞാനൊരു ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്, 1 തിങ്. അപ്പോൾ എൻ്റെ കഴിയുന്ന മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ബട്ട് നമ്മൾ എക്സാമൊക്കെ വരുന്ന സമയത്തൊന്ന് ബാക്കോട്ട് വലിയേണ്ടി വരും എന്തായാലും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഒരു ഇനീഷ്യേറ്റീവ് മറ്റുള്ളവരുടെ അടുത്തും എത്തിക്കുക. അപ്പോൾ ഈ ഐഡിയോളജിയിലൊക്കെ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ട്രീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ നമ്മളെ നോളജ് എത്തിക്കുക എന്നുള്ളൊരു ഐഡിയോളജിയിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ദേ ആർ വെൽക്കം ഓൾവേസ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം.
അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ്സിൽ ചോദിക്കാം. എനിത്തിങ്? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പോൾ ആരും ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ ശരി, ഗുഡ് ബൈ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലിടാം. ഇനി വാച്ച് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, അത് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എൻഡ് ഓഫ് ഡിസ്കഷൻ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, കീപ് ഹാർഡ് വർക്കിംഗ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു സ്കോറോട് കൂടി തന്നെ ഫൈനൽ ഇയർ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ.